ഹായ് 2025 പുറത്തിറങ്ങിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചലച്ചിത്രം ബാഹുൽ രമേശ് എഴുതി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് സന്ദീപ് പ്രദീപ് വിനീത് നരേൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചലച്ചിത്രം. രസകരമായ ഈ മിസ്റ്ററി ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ നടക്കുന്നത് ഏകദേശം 1975-80 കാലഘട്ടങ്ങളിലാണ്. അപ്പൂട്ടി എന്നൊരു ജീപ്പ് ഡ്രൈവർ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ലോഡ്ജിലേക്ക് എത്തുകയായിരുന്നു. മോഹൻ പോത്തൻ എന്നാണ് ആ ഗസ്റ്റിന്റെ പേര്. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരിടത്തേക്ക് പോകുവാനാണ് മോഹൻ പോത്തൻ വന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മലമുകളിലേക്ക്. അങ്ങോട്ടേക്ക് ജീപ്പല്ലാതെ മറ്റ് വാഹനങ്ങളൊന്നും പോകില്ല. മലയുടെ അടിവാരത്തു നിന്നും ജീപ്പിൽ ഏകദേശം 3/4 മണിക്കൂർ സഞ്ചരിക്കണം. പിന്നീടിറങ്ങി നടന്ന് മല കയറുകയും വേണം. എന്നാലേ കാട്ടുകുന്നെന്ന പേരുള്ള ആ പ്രദേശത്തെത്തു. പൊതുവഴിയിലൂടെ ചെന്ന് കാട്ടുകുന്ന്, അതായത് ആ മലനിരയുടെ ഏറ്റവും മുകൾ ഭാഗത്തെത്തുമ്പോ അവിടെ ഏകദേശം ഒരു 150 ഏക്കറോളം സ്ഥലം കുര്യച്ചൻ എന്ന പേരിലുള്ള ഒരാളുടേതാണ്. കുര്യച്ചൻ പട്ടികളെയൊക്കെ ബ്രീഡ് ചെയ്യുന്ന പലയിടത്തും കണക്ഷൻസ് ഒക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലായിടത്തും അത്യാവശ്യം വലിയ പിടിപാടും കുറേയധികം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ഈ കുര്യച്ചനുണ്ടായിരുന്നു. സംസാരമധ്യേ അപ്പൂട്ടിക്ക് മനസ്സിലായി കുര്യച്ചനും മോഹൻ പോത്തനും പഴയ കൂട്ടുകാരാണ്. അവർ ഒന്നിച്ച് പണ്ട് പട്ടികളെക്കുറിച്ച് പഠിക്കുന്നതിനായി മലേഷ്യയിൽ പോയിട്ടൊക്കെയുണ്ട്. അന്ന് മലേഷ്യയിൽ നിന്ന് ഒരു പ്രത്യേക ബ്രീഡിൽപ്പെട്ട ഒരു ജോഡി പട്ടിക്കുട്ടികളെ കുര്യച്ചൻ കൊണ്ടുവന്നിരുന്നു. അത് വളർന്ന് ഇന്ന് അവരുടെ ആ മലനിരകളിലായി പെറ്റുപെരുകിയിട്ടുണ്ട്. പ്യുവർ ബ്രീഡ് എന്ന് തന്നെ പറയാം. മലേഷ്യയിൽ പോലും ഇപ്പോൾ അതിന്റെ പ്യുവർ ബ്രീഡ് ഇല്ലാതായി എന്നാണ് മോഹൻ പോത്തന്റെ വാദം. മോഹൻ പോത്തൻ വന്നിരിക്കുന്നത് തന്നെ ഒരു ഹസ്കിയുമായിട്ടാണ്. അവിടെ നിന്നും മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ആ വർഗത്തിൽപ്പെട്ട നായകളെ കൊണ്ട് ഹസ്കിയെ ബ്രീഡ് ചെയ്യിക്കലാണ് മോഹൻ പോത്തന്റെ ലക്ഷ്യം. കുറേയധികം പണവും പിടിപാടും ഒക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുര്യച്ചൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി ഒളിവിലാണ്. പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടു കിട്ടിയിട്ടേയില്ല. കുര്യച്ചന്റെ തലയ്ക്ക് സർക്കാർ ഒരു റിവാർഡ് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ആ മലമുകളിലെ കുര്യച്ചന്റെ ഇടത്ത് ഒരു പഴയ വീടുണ്ട്. ആ വീട്ടിൽ കുര്യച്ചന്റെ ഭാര്യമാരിൽ ഒരാളായ മ്ലാത്തി ചേട്ടത്തിയാണ് താമസിക്കുന്നത്. ഭാര്യമാരിൽ ഒരാളെന്ന് പറയാനും കാരണമുണ്ട്. കുര്യച്ചന് പലയിടത്തായി നിരവധി ഭാര്യമാരുണ്ട്. മ്ലാത്തിച്ചേട്ടത്തിയാകട്ടെ ഒരു മലേഷ്യക്കാരിയാണ്. മ്ലാത്തിച്ചേട്ടത്തിയെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന കൂട്ടത്തിലായിരുന്നു മലേഷ്യയിലുണ്ടായിരുന്ന ആ പ്രത്യേകതരം ബ്രീഡിനെയും കുര്യച്ചൻ ആ കാട്ടുകുന്നിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ മോഹൻ പോത്തിനെ അവിടെ കൊണ്ടാക്കിയ ശേഷം അപ്പൂട്ടി തന്റെ ജീപ്പുമായി മലയിറങ്ങി. കഥ അവിടെ നിന്നും 8 മാസങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്നു. കാടിന് നടുവിലുള്ള മലമുകളിലുള്ള ആ ഒരു വീട്ടിൽ മ്ലാത്തിച്ചേട്ടത്തി ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മ്ലാത്തിച്ചേട്ടത്തിയുടെ മക്കളിൽ ഒരാളായ ഇപ്പോ ബോംബെയിൽ താമസിക്കുന്ന ജോപ്പൻ എന്ന മോൻ പിയൂസ് എന്നൊരു പയ്യനെ മ്ലാത്തിച്ചേട്ടത്തിയുടെ സഹായത്തിന് നിർത്തിയിട്ടുണ്ട്. മ്ലാത്തിച്ചേട്ടത്തിയെ പറ്റി കുര്യച്ചന് വലിയ മതിപ്പാണ് എന്നാണ് നാട്ടിലെ സംസാരം. മാത്രമല്ല മ്ലാത്തിച്ചേട്ടത്തി വന്ന ശേഷമാണ് കുര്യച്ചൻ ഇത്രയധികം പച്ച പിടിച്ചത് എന്നും പൊതുവെ ഒരു സംസാരമുണ്ട്. കൂട്ടത്തിൽ മ്ലാത്തിച്ചേട്ടത്തിക്ക് കുറെ നാട്ടുവൈദ്യമൊക്കെ അറിയാമായിരുന്നു. ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് അവർക്ക് കൂടോത്രമൊക്കെ വശമുണ്ട് എന്നൊരു സംസാരവും പൊതുവെ നാട്ടിലുണ്ട്. നിലവിലെ മലമുകളിൽ മ്ലാത്തിച്ചേട്ടത്തിയും പിയൂസും പിന്നെ അവർ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കുറെ നായകളുമാണുള്ളത്. മലേഷ്യയിൽ നിന്നും കുര്യച്ചൻ കൊണ്ടുവന്ന ആ പ്രത്യേക ബ്രീഡിലുള്ള നായകൾ മ്ലാത്തിച്ചേട്ടത്തിക്കും പിയൂസിനും കാവലായി അതുങ്ങൾ അവിടെ തന്നെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. മ്ലാത്തിച്ചേട്ടത്തിക്ക് സുഖമില്ലാതിരുന്ന ദിവസം പിയൂസ് ഗ്രാമത്തിൽ പോയി ഡോക്ടറെയും വിളിച്ചുകൊണ്ട് മലമുകളിൽ വന്നു. ശേഷം ഡോക്ടറുമായി മലയിറങ്ങി. വലിയ അപകടമുള്ള മലനിരകളാണ്. മലയിറങ്ങുമ്പോൾ എങ്ങാനും ജീപ്പിന്റെയോ കാറിന്റെയോ ഒക്കെ ബ്രേക്ക് പോയാ അതോടെ തീർന്നു. പിന്നെ മരണമല്ലാതെ മറ്റൊന്നും മുമ്പിലില്ല. അപ്പൂട്ടി ഡോക്ടറോട് ജീപ്പിൽ സഞ്ചരിക്കുമ്പോൾ അക്കാര്യം പറഞ്ഞതും ഡോക്ടർ അക്ഷരാർത്ഥത്തിൽ ഒന്ന് വിറയ്ക്കുന്നുണ്ട്. പിയൂസിന് പൊതുവെ ശമ്പളം മണി ഓർഡർ ആയിട്ടാണ് വരിക. താഴെയുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി പിയൂസ് അത് കൈപ്പറ്റും. മലമുകളിലേക്ക് യാതൊരുവിധ സേവനങ്ങളുമില്ല. പലചരക്കോ മറ്റോ വാങ്ങാനുണ്ടെങ്കിലോ മരുന്ന് വാങ്ങാനുണ്ടെങ്കിലോ ആഴ്ചയിൽ ഒരിക്കലോ 2 വട്ടമോ പിയൂസ് മലയിറങ്ങും. ശേഷം എല്ലാം വാങ്ങി തിരികെ കയറും. പിയൂസിനെന്ന് ശമ്പളം വരുന്ന ദിവസമായിരുന്നു. പിയൂസ് മലയിറങ്ങി നേരെ പോസ്റ്റ് ഓഫീസിലെത്തി. മാത്രമല്ല ചില ഇക്കിളി കഥകൾ എഴുതുന്ന ഒരു സ്വഭാവവും പിയൂസിനുണ്ട്. അതെല്ലാം പോസ്റ്റ് ചെയ്യാനും കൂടിയായിരുന്നു പിയൂസ് അവിടെ എത്തിയത്. അപ്പൂട്ടിയുടെ മകളാണ് പോസ്റ്റ് ഓഫീസിൽ ജോലി നോക്കുന്നത്. പിയൂസും അവളും തമ്മിൽ അത്യാവശ്യം കമ്പനിയാണ്. വന്ന മണി ഓർഡറിൽ നിന്ന് 50 രൂപ നാട്ടിലേക്കും 75 ഉണ്ണിക്കും അയച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ വേഗത്തിൽ ഒരു ഹോണടി ശബ്ദം കേട്ട് അവൻ പുറത്തേക്കിറങ്ങി. പുറത്ത് പാപ്പച്ചൻ സാർ വന്നു നിൽക്കുന്നുണ്ട്. പാപ്പച്ചൻ ഒരു റിട്ടയർഡ് പോലീസുകാരനാണ്. പാപ്പച്ചന്റെ കൂടെ മംഗലാപുരത്തു നിന്നും വന്ന ജോൺ പീറ്റർ എന്നൊരു നേവി ഉദ്യോഗസ്ഥനുമുണ്ടായിരുന്നു. പിയൂസിനെ കാണാനും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുമാണ് അവരുടെ വരവ്. സംഭവം എന്താണെന്നല്ലേ കഴിഞ്ഞ 5-6
വർഷമായി പോലീസും ക്രൈംബ്രാഞ്ചുമെല്ലാം വലവിരിച്ചന്വേഷിച്ചിട്ടും ബ്രീഡർ കുര്യച്ചനെ കണ്ടുകിട്ടിയിട്ടില്ല. കുറച്ചു മാസങ്ങളായി കുര്യച്ചന്റെ വീട്ടിലാണല്ലോ പിയൂസ് ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് കുര്യച്ചനെ പറ്റി എന്തെങ്കിലും അവൻ അറിയാമോ എന്ന് ചോദിക്കാനാണ് ജോൺ പീറ്ററും പാപ്പച്ചൻ സാറും എത്തിയിട്ടുള്ളത്. അവര് പിയൂസിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. ജോൺ പീറ്റർ താനൊരു നേവി ഉദ്യോഗസ്ഥനാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഒരിടത്തിരുന്ന് ജോൺ പീറ്റർ പിയൂസിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മ്ലാത്തിച്ചേട്ടത്തിക്ക് കുര്യച്ചന്റെ എന്തെങ്കിലും കത്ത് വരാറുണ്ടോ? പാപ്പച്ചൻ സാർ ഒളിവിലായി കഴിഞ്ഞ് 6 വർഷത്തിനിടയ്ക്ക് മൊത്തം ഒരു 14 തവണ മ്ലാത്തിച്ചേട്ടത്തിക്ക് കുര്യച്ചന്റെ കത്തുകൾ വന്നിട്ടുണ്ട്. ആ കത്തുകളെല്ലാം പോലീസുകാർ ചെക്ക് ചെയ്തിട്ടാ മ്ലാത്തിച്ചേട്ടത്തിക്ക് കൊടുക്കാറുമുള്ളേ. പക്ഷേ ആ കത്തിൽ നിന്നും ഇതുവരെ ഒരു തുമ്പും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതൊക്കെ സാധാരണ സുഖവിവരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്തുകളാണ്. പോസ്റ്റ് ഓഫീസ് കോഡ് വെച്ച് പോലീസ് അതൊക്കെ പരിശോധിച്ചിരുന്നു. പക്ഷേ പലതും പല സ്ഥലത്തു നിന്നും പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. പിയൂസിനോടാണ് ചോദിച്ചതെങ്കിലും മറുപടി പറഞ്ഞത് പിയൂസും പാപ്പച്ചനും കൂടിയായിരുന്നു. പിന്നാലെ ജോൺ പീറ്റർ പിയൂസിനോട് കുര്യച്ചനെ അന്വേഷിച്ച് പോലീസ് അല്ലാതെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് തിരക്കി. പിയൂസ് പറഞ്ഞു, 5-6 മാസം മുമ്പ് കുറച്ചുപേർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്ന് കുര്യച്ചനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ പറയണമെന്നും പറഞ്ഞ് കോഴിക്കോടുള്ള ഒരു വാരികയുടെ അഡ്രസ്സും തന്നു പോയി. അത് കേട്ടുനിന്ന പാപ്പച്ചൻ പറഞ്ഞു, അത് മിക്കവാറും കുര്യച്ചനെ പണിയാമെന്ന ആരെങ്കിലും ആയിരിക്കും. വാരികയുടെ പേരടക്കം മനസ്സിലാക്കി പാപ്പച്ചൻ പറഞ്ഞു, ഈ വാരിക മുമ്പ് എൽദോസ് എന്നാൾ നടത്തിക്കൊണ്ടിരുന്നതാ. നക്സൽ ലഘുലേഖകൾ പ്രിന്റ് ചെയ്തതിന് അതങ്ങ് അടച്ചുപൂട്ടി. നക്സൽസുമായും കുര്യച്ചന് ബന്ധമുണ്ടെന്ന് കേട്ടതും മൊത്തത്തിൽ ജോൺ പീറ്റർ ഒന്ന് അതിശയിക്കുന്നുണ്ട്. പിന്നാലെ ജോൺ ചോദിച്ചു, പിയൂസിന് കുര്യച്ചനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയ പിയൂസ് ആദ്യം ആരെ അറിയിക്കും? ഞാൻ പോലീസിനെ അറിയിക്കും. അതെന്താ, ഗവൺമെന്റ് ആളുടെ തലയ്ക്ക് റിവാർഡൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ? നക്സലൈറ്റുകാർക്ക് പിടിച്ചു കൊടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? ജോൺ പീറ്റർ പറഞ്ഞു, അങ്ങനാണെങ്കിൽ നിനക്ക് കുറച്ചുകൂടെ ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. കുര്യച്ചനെ പറ്റി ആദ്യം വിവരം നീ എനിക്ക് തന്ന അതിന് നല്ല പ്രതിഫലം ഞാൻ നിനക്ക് തന്നേക്കാം. തന്റെ കാർഡും ജോൺ പീറ്റർ കൊടുത്തു. പാപ്പച്ചൻ സിഗ്നൽ കാണിച്ചപ്പോ പിയൂസ് അത് വാങ്ങി. പക്ഷെ പിയൂസിനെ ജോൺ പീറ്റർ അങ്ങനെ കൊണ്ടുപോയ സമയത്ത് ആരോ ഒരാൾ മുഖമെല്ലാം മറച്ച് മ്ലാത്തിച്ചേട്ടത്തിയെ കാണുന്നതിനോ പിടികൂടുന്നതിനോ വേണ്ടി മ്ലാത്തിച്ചേട്ടത്തിയുടെ വീടിന്റെ അടുത്തേക്ക് പോയിരുന്നു. അങ്ങോട്ടേക്ക് തിരികെ എത്തിയ പിയൂസ് കണ്ടത് അവിടെ നിന്നും ഓടിപ്പോകുന്ന ആ വ്യക്തിയെയാണ്. മലയിറങ്ങിപ്പോകുന്ന അയാളെ കണ്ടതും പിയൂസ് അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഭയന്നു. അവിടെ നിന്നും നേരെ മലമുകളിലേക്ക് ഓടി. മ്ലാത്തിച്ചേട്ടത്തിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നുറപ്പിക്കലായിരുന്നു പിയൂസിന്റെ ലക്ഷ്യം. ഓടി ടെൻഷനോടെ പിയൂസ് ചെന്ന് നോക്കുമ്പോ മ്ലാത്തിച്ചേട്ടത്തി സുരക്ഷിതമായി അവിടെ തന്നെയുണ്ട്. അവരുടെ നായകളിൽ ഒന്ന് പെറ്റിരിക്കുന്നു. 3 കുട്ടികളുണ്ടായിട്ടുണ്ട്. അത് പാല് കുടിക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് മ്ലാത്തിച്ചേട്ടത്തി. മറുവശത്താകട്ടെ പാപ്പച്ചനും ജോൺ പീറ്ററും കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. ജോൺ പീറ്റർ പാപ്പച്ചനോട് കുര്യച്ചനും നക്സൽസും തമ്മിൽ എന്തായി ബന്ധം എന്ന മട്ടിൽ ചോദിച്ചു. പാപ്പച്ചൻ പറഞ്ഞു, 3-4 ജില്ലകളിലായി എസ്റ്റേറ്റും സ്വത്തുക്കളും ഒക്കെ കുര്യച്ചനുണ്ട്. ആ വഴിക്ക നക്സൽസ് പുറകെ കൂടിയത് എന്നാ ആദ്യം കരുതിയത്. പക്ഷേ അങ്ങനല്ല. സാറ് കക്കയം പോലീസ് ക്യാമ്പിനെ പറ്റി കേട്ടിട്ടില്ലേ? കായശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന സമയത്ത് കുര്യച്ചന്റെ കുറച്ച് അടുപ്പക്കാർ ആ ക്യാമ്പിൽ ജോലിക്കുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് തന്റെ പട്ടികളുമായി കുര്യച്ചൻ ഇടയ്ക്ക് ക്യാമ്പിലേക്ക് വരും. അന്ന് ആ ക്യാമ്പിൽ നക്സൽ കേസിൽ കുറെ പേര് അകത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ കുര്യച്ചന്റെയും കുര്യച്ചന്റെ പട്ടിയുടെയും കൂടെ ഒരു റൂമിന്റെ അകത്തേക്ക് കയറ്റിവിടും. റൂമിനകത്താണെങ്കിൽ കുര്യച്ചനും കുര്യച്ചന്റെ പട്ടിയും പിന്നെ ആ കയറിയാളും മാത്രമേ കാണൂ. കുര്യച്ചന്റെ കൂടെയുള്ള പട്ടി കുര്യച്ചൻ എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യും. അന്ന് കുര്യച്ചൻ എന്തൊക്കെ പറഞ്ഞെന്നോ ആ പട്ടി എന്തൊക്കെ ചെയ്തെന്നോ അന്ന് ആ മുറിയിൽ കയറി അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അന്നത് അനുഭവിച്ചവരിൽ ആരെങ്കിലും ആയിരിക്കും ഇപ്പൊ ഈ പുറകെ കൂടിയിരിക്കുന്നതും. അവരങ്ങനെ സംസാരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ജോൺ പീറ്റർ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവർ പോയിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ബ്രേക്ക് കേബിൾ ആരോ കട്ട് ചെയ്തിരിക്കുന്നു. ബ്രേക്ക് കിട്ടുന്നില്ല. മുന്നിലാണെങ്കിൽ വലിയ കൊക്കകളാണ്. മലയിറങ്ങുന്ന സമയം കൊടൂര വളവുകളും. ജോൺ പീറ്റർ തന്റെ ധൈര്യം കൈവിട്ടില്ല. ഒരു തരത്തിൽ കൃത്യമായി വണ്ടി മാനേജ് ചെയ്ത് ഒരു മരത്തിലിടിപ്പിച്ച അയാൾ കാർ നിർത്തി. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ വല്ലാത്തൊരു സന്തോഷത്തോടെയുള്ള ചിരി അയാളുടെ മുഖത്തുണ്ടായിരുന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെയോ അല്ലെങ്കിൽ തന്റെ അന്വേഷണം നേർവഴിക്കാണ് എന്ന തോന്നലിന്റേതോ ആകാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പിയൂസും മ്ലാത്തിച്ചേട്ടത്തിയുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അതുവരെ മ്ലാത്തിച്ചേട്ടത്തിയെ പറ്റിയും കുര്യച്ചനെ പറ്റിയും അധികമൊന്നും പിയൂസ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോൺ പീറ്ററെ കണ്ടുവന്നതിന്റെ പിന്നാലെ പിയൂസ് അത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആരംഭിച്ചു. മ്ലാത്തിച്ചേട്ടത്തിയും തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പിയൂസിനോട് പറഞ്ഞു. കുര്യച്ചൻ ഒരു ഡോഗ് ബ്രീഡർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ബ്രീഡിങ്ങിനായി പല നാടുകളിലേക്കും എന്തിനേറെ പറയുന്നു പല ഭൂഖണ്ഡങ്ങളിലേക്ക് പോലും കുര്യച്ചൻ യാത്ര ചെയ്തിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം. ആ സമയത്താണ് കുര്യച്ചൻ ബ്രിട്ടീഷ് മലേഷ്യയിലേക്ക് അവിടെയുണ്ടെന്നറിഞ്ഞ് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു ബ്രീഡ് നായ്ക്കളെ പറ്റി അന്വേഷിച്ചെത്തുന്നത്. അപ്പോഴായിരുന്നു മ്ലാത്തിച്ചേട്ടത്തിയെ കുര്യച്ചൻ ആദ്യമായി കാണുന്നതും. മ്ലാത്തിച്ചേട്ടത്തി എന്നത്
അവരുടെ യഥാർത്ഥ പേരൊന്നുമല്ല. അവരുടെ പേര് സോയി എന്നായിരുന്നു. നാട്ടിലെത്തിയപ്പോ മലേഷ്യ ചേട്ടത്തി എന്ന് നാട്ടുകാർ വിളിച്ച് പിന്നെ അത് ചുരുങ്ങി മ്ലാത്തിച്ചേട്ടത്തിയായതാണ്. മ്ലാത്തിച്ചേട്ടത്തിയും ഭർത്താവും താമസിച്ചിരുന്നത് ഒരു പുഴയുടെ സൈഡിലുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു. അവിടെ അവരുടെ കൂടെ ഭർത്താവ് വളർത്തുന്ന പ്യുവർ ബ്രീഡിൽപ്പെട്ട നായകളുമുണ്ട്. മറുസൈഡിലാകട്ടെ വലിയ കാടുമാണ്. മ്ലാത്തിച്ചേട്ടത്തിയുടെ ഭർത്താവിന്റെ പേര് യോസിയ എന്നായിരുന്നു. യോസിയ ജോലിക്കായി പോയി കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞേ വീട്ടിലേക്ക് തിരിച്ചു വരൂ. എങ്കിലും അവിടെ മ്ലാത്തിച്ചേട്ടത്തി പൂർണ്ണമായും സേഫ് ആയിരുന്നു. കാരണം യോസിയ വളർത്തുന്ന പ്യുവർ ബ്രീഡിൽപ്പെട്ട നായകൾ അവർക്ക് കാവലുണ്ടാകും. മ്ലാത്തിച്ചേട്ടത്തിക്ക് വീട് വിട്ട് പുറത്തിറങ്ങേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാത്തിനും ആ നായകൾ സഹായിക്കും. കാട്ടിൽ നിന്ന് പഴങ്ങൾ കൊണ്ടുവരാനും മീൻ പിടിച്ചു കൊണ്ടുവരാനും ഒക്കെയുള്ള കഴിവുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള നായകളായിരുന്നു അത്. ആ റെയർ ബ്രീഡിൽപ്പെട്ട നായകളെ കാണാനും അതിനെ പഠിക്കാനും അതിനെ വാങ്ങുന്നതിനും വേണ്ടിയായിരുന്നു കുര്യച്ചന്റെ കൂട്ടുകാരൻ മോഹൻ പോത്തനും കൂടി മ്ലാത്തിച്ചേട്ടത്തിയുടെ ഭർത്താവ് യോസിയക്കൊപ്പം ആദ്യമായി അവരുടെ വീട്ടിലേക്ക് എത്തിയത്. അന്ന് രാത്രി അവരിരുവരും അവരുടെ കൂടെ താമസിക്കുകയും ചെയ്തു. അവർ വളർത്തിയിരുന്ന നായകളെ കുര്യച്ചനും മോഹൻ പോത്തനും ഇഷ്ടമാവുകയും ചെയ്തിരുന്നു. 1 മാസം കഴിഞ്ഞ് പട്ടിയെ വാങ്ങിക്കോളാമെന്നും പറഞ്ഞ് കുര്യച്ചനും മോഹൻ പോത്തനും തിരികെ പോയി. ഒപ്പം അവരെ യാത്രയാക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി മ്ലാത്തിച്ചേട്ടത്തിയുടെ ഭർത്താവ് യോസിയയും. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് കുര്യച്ചനും മോഹൻ പോത്തനും മാത്രമായിരുന്നു തിരിച്ചു വന്നത്. അപ്പോഴേക്കും യുദ്ധം അങ്ങോട്ടേക്ക് വ്യാപിച്ചിരുന്നു. മ്ലാത്തിച്ചേട്ടത്തിയുടെ ഭർത്താവ് യോസിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതറിയിക്കാനായിരുന്നു അവരിരുവരും എത്തിയത്. പക്ഷേ യോസിയയുടെ കൂടെയല്ലാതെ അങ്ങോട്ടേക്കെത്തിയ കുര്യനെയും മോഹൻ പോത്തനെയും ശത്രുക്കളായിട്ടായിരുന്നു അവിടെ കാവൽ നിന്നിരുന്ന യോസിയ വളർത്തുന്ന നായകൾ നോക്കിക്കണ്ടത്. ആ ദ്വീപിലേക്ക് കരയിലേക്ക് ഇറങ്ങാൻ നായ്ക്കൾ സമ്മതിച്ചില്ല. മ്ലാത്തിച്ചേട്ടത്തിയും നായകളോട് കുറെ പറഞ്ഞു നോക്കിയെങ്കിലും നായ്ക്കളൊന്നും അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചുനേരം അവരവിടെ കാത്തുനിന്നു. ഒടുവിൽ മോഹൻ പോത്തൻ ദേഷ്യം വന്ന് ഞാൻ നാട്ടിലേക്ക് മടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുര്യച്ചനുമായി വഴക്കിട്ട് അവിടെ നിന്ന് തിരികെ പോയി. എന്നെ അവിടെ ഉപേക്ഷിച്ച് പോകുവാൻ കുര്യച്ചൻ തയ്യാറായിരുന്നില്ല. പുറത്തേക്കിറങ്ങാൻ നോക്കിയ മ്ലാത്തിച്ചേട്ടത്തിയുടെ കാലിൽ നായ കടിക്കുകയും പോലും ചെയ്തിരുന്നു. നായ്ക്കൾ അങ്ങനെ പെരുമാറുന്നത് മ്ലാത്തിച്ചേട്ടത്തിക്ക് പോലും അതിശയമായിരുന്നു. യോസിയ അങ്ങനായിരിക്കും അവറ്റകളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് മ്ലാത്തിച്ചേട്ടത്തി തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് അവരൊരു കാര്യം മനസ്സിലാക്കുന്നതും. യാഥാർത്ഥ്യത്തിൽ നായകൾ കാവലിന് മാത്രമായിരുന്നില്ല, ഒരു തടവറയിൽ എന്ന പോലെ മ്ലാത്തിച്ചേട്ടത്തിയെ സംരക്ഷിക്കാൻ കൂടിയായിരുന്നു. പക്ഷേ അതിന് മ്ലാത്തിച്ചേട്ടത്തി പറയുന്നൊരു കാരണവുമുണ്ട്. അന്നത്തെ കാലം വളരെ മോശമായിരുന്നു. ഒറ്റയ്ക്ക് പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിൽ കടന്നു കയറി മോഷണവും പീഡനവും ഒക്കെ നടക്കും. യോസി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അത്തരത്തിൽ നായകളെ ട്രെയിൻ ചെയ്തിരുന്നത്. കുര്യച്ചൻ പക്ഷേ മ്ലാത്തിച്ചേട്ടത്തിയെ അവിടെ എങ്ങനെ നായകൾക്ക് നടുവിൽ മരിക്കാൻ വിട്ടുകൊടുത്ത് പോകുവാൻ തയ്യാറായില്ല. ദിവസങ്ങളോളം കുര്യച്ചൻ അവിടെ കാത്തുനിന്നു. മഴയും വെയിലും നനഞ്ഞു നിന്നു. ഒടുവിൽ കാവൽ നിന്നിരുന്ന നായ്ക്കളെ ഒന്നൊന്നായി കൊന്ന് നിസ്സഹായിയായി അവിടെ നിന്നിരുന്ന മ്ലാത്തിച്ചേട്ടത്തിയും കൂട്ടി നേരെ നാട്ടിലേക്ക് പോന്നു. കൂട്ടത്തിൽ കുര്യച്ചൻ വാങ്ങാൻ വന്നിരുന്ന പ്യുവർ ബ്രീഡിൽപ്പെട്ട ആ നായ്ക്കുട്ടികളെയും അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോന്നു. മ്ലാത്തിച്ചേട്ടത്തിൽ നിന്ന് ആ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയ പിയൂസ് അടുത്ത ദിവസം തന്നെ ജോൺ പീറ്റർ ചെന്നു കണ്ടു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോഹൻ പോത്തിനെ പറ്റി മനസ്സിലാക്കിയതും അപ്പൂട്ടിയെ വിളിച്ച് മോഹൻ പോത്തിനെ പറ്റി ജോൺ പീറ്റർ ചോദിച്ചറിയാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആ കാര്യങ്ങൾ അപ്പൂട്ടി പറയുന്നത്. മോഹൻ പോത്തിനെ പട്ടിയെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കൊണ്ടെത്തിച്ചത് ഞാനാണ്. 4 ആഴ്ച കഴിഞ്ഞും ആളുടെ ഒരു വിവരവുമില്ലാതെ വന്നപ്പോ ഞാൻ തന്നെ അന്വേഷിച്ചു പോയി. 300 അടി താഴ്ചയിൽ വീണ അയാളുടെ മൃതദേഹമാണ് ഒടുവിൽ കണ്ടുകിട്ടിയത്. അയാൾ ബ്രീഡ് ചെയ്യാൻ കൊണ്ടുപോയ ഹസ്കിയും ചത്തുപോയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പാപ്പച്ചൻ പറഞ്ഞു വീഴ്ചയിൽ തലയിടിച്ചതായിരുന്നു മരണകാരണം. ബോഡിക്ക് 3 ആഴ്ചത്തെ പഴക്കം. അയാൾ കൊണ്ടുവന്ന നായയുടെ മൃതദേഹത്തിന് 1 ആഴ്ച പഴക്കേ ഉണ്ടായിരുന്നുള്ളൂ. മിക്കവാറും പട്ടിണി കിടന്ന് ചത്തതാകും. പോത്തം മരിച്ചപ്പോ ഫീഡ് ചെയ്യാൻ ആളില്ലാണ്ടായി കാണും. മരത്തെ കെട്ടിയിരുന്നത് കൊണ്ട് എങ്ങോട്ടേക്ക് പോവാനും സാധിച്ചിട്ടുണ്ടാവില്ല. ജോൺ പീറ്റർ പിയൂസിനോട് ചോദിച്ചു, ഇതൊക്കെ നിനക്കറിയാമോ? പിയൂസ് പറഞ്ഞു, ഞാൻ വരുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യമാ. അപ്പൂട്ടിച്ചേട്ടൻ പറഞ്ഞ് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കുര്യച്ചൻ ഇതിൽ റോൾ ഉണ്ടോന്ന് തോന്നുന്നുണ്ടോ? അപ്പൂട്ടിയോട് ജോൺ പീറ്റർ ചോദിച്ചു. അതിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. മോഹൻ പോത്തന്റെ സംസാരത്തിൽ നിന്ന് അവര് വലിയ അടുപ്പക്കാരായിട്ടാ തോന്നിയത്. മ്ലാത്തിച്ചേട്ടത്തിക്കോ? ജോൺ പീറ്ററിന്റെ ചോദ്യം വന്നതും അപ്പൂട്ടി പറഞ്ഞു, അങ്ങനെയാവാനും സാധ്യതയില്ല. മോഹൻ പോത്തൻ ക്യാമ്പ് ചെയ്തെടുത്തുനിന്ന് മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അവരാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാറില്ല. അവർക്ക് ഈ മലേഷ്യൻ കൂടോത്രമൊക്കെ വശമുണ്ട് എന്നല്ലേ നാട്ടുകാർ പറയുന്നേ. അപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടല്ലോ. അതിപ്പോ ഈ നാട്ടുകാര് അവർക്കറിയാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ പേരിട്ട് പറയുന്നതല്ലേ. അതെന്താ അങ്ങനെ അറിയാത്ത കാര്യം? അതെന്റെ സാറേ, പരിചയമില്ലാത്ത ആരെങ്കിലും ഈ കാട്ടുകുന്ന് കയറി പോവുകയാണെങ്കിൽ ഓരോ 100 അടി കഴിയുമ്പോഴും കാടിനുള്ളിൽ നിന്ന് ഓരോ നായ വന്ന് വട്ടം നിൽക്കും. ഒപ്പം അത് ചിലപ്പോ കുറച്ച് പേടിപ്പിക്കുകയും ചെയ്യും. അത് കേട്ട് എല്ലാവരും പേടിച്ച് തിരിച്ചു പോരും. പേടിയില്ലാത്തവർക്ക് പിന്നെയും പോകാം. എന്നാൽ അങ്ങനെ ഓരോ 100 അടി കഴിയുമ്പോഴും വേറെ ഒരു നായ വരും.
വരും. അങ്ങനെ കുറെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു വേണം കുര്യച്ചന്റെ വീടെത്താൻ. അത് കേട്ട് വല്ലാത്തൊരു അതിശയത്തോടെ ജോൺ പീറ്റർ എന്തോ ചിന്തിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് പിയൂസ് അവിടെ നിന്നിറങ്ങി മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോവാൻ പിയൂസ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അടിവാരത്ത് തടിപ്പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന തടിലോറി കൈകാര്യം ചെയ്യുന്ന വേലായുധനും ക്ലീനർ സോമനും കൂടി പിയൂസിനെ തടഞ്ഞു നിർത്തുന്നത്. അവർ പിയൂസിനോട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ലോഡ് എടുക്കാൻ നിന്റെ നാടായ പത്തനംതിട്ടയിലെ കോന്നിത്താഴത്ത് പോയിരുന്നു. അവിടെ ഞങ്ങൾ നിന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചെന്ന് പറഞ്ഞ ചുമ്മാ അന്വേഷിക്കുകയല്ല, 2 ദിവസം മെനക്കെട്ട് അന്വേഷിച്ചു. പക്ഷെ അവിടെയുള്ള ആർക്കും പിയൂസ് എന്നൊരാളെ അറിയില്ല. അതുകൊണ്ട് ഇനി നീ കളിക്കാൻ നോക്കണ്ട. നീ ശരിക്കും വന്നിരിക്കുന്നത് ആമ്ലാത്തിച്ചെടുത്തിയെ നോക്കാൻ വേണ്ടിയൊന്നുമല്ല, കുര്യച്ചനെ തീർക്കാൻ വേണ്ടിയാണ്. അല്ലടാ, നിന്റെ നാടോ പേരോ ഒന്നും ഞങ്ങൾക്കറിയണ്ട. കുര്യച്ചനെ തീർക്കാൻ കുറെ പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിന് 100 കാരണങ്ങളും ഉണ്ടാകും. അതായത് നമ്മളൊക്കെ ഒരേ വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ടാ നിന്നെക്കുറിച്ച് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങളിതൊന്നും വേറെ ആരോടും പറയാതിരുന്നത്. ആ കുര്യച്ചൻ ഇവിടം വിട്ട് വേറെ എവിടെയും പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഈ കാട്ടുകുന്നി തന്നെ ഉണ്ടാകും. ഞങ്ങൾ കുര്യച്ചന്റെ ബാക്കി വീടുകളിലും ബാക്കിയുള്ള എല്ലായിടത്തും അന്വേഷിച്ചിട്ടാ ഒടുവിൽ ഇവിടെ എത്തിയത്. പോലീസുകാരെ തപ്പി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കുര്യച്ചനെ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നീ ഞങ്ങളെ സഹായിക്കണം. പിയൂസ് ഒന്ന് ഭയന്നിരുന്നു, കുറച്ച് കൺഫ്യൂസ്ഡുമായിരുന്നു. എന്നാലും ഓക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഈ സമയം വേലായുധൻ പിയൂസിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഹെടാ, ഇനി ആ മോഹൻ പോത്തനെ നീയാണോടാ മലയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടത്? പിയൂസ് മുന്നിലേക്ക് നടന്നു. മുമ്പിലേക്ക് നടക്കും തോറും അവന്റെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി. യാഥാർത്ഥ്യത്തിൽ മോഹൻ പോത്തനെ പിന്തുടർന്നായിരുന്നു പിയൂസ് കാട്ടുകുന്നിലേക്ക് എത്തിച്ചേരുന്നത്. മോഹൻ പോത്തൻ ലോഡ്ജിൽ താമസിച്ചപ്പോ പിയൂസും അതേ ലോഡ്ജിൽ റൂമെടുത്ത് മോഹൻ പോത്തനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൂട്ടിയുമായി മോഹൻ പോത്തൻ കാട്ടുകുന്നിലെത്തിയപ്പോ പുറകെ പിയൂസും അവിടെ വന്നു. മോഹൻ പോത്തൻ കൊക്കക്കരികിൽ നിൽക്കുമ്പോ പിയൂസ് പിന്നാലെ ചെന്നിരുന്നു. മോഹൻ പോത്തൻ പക്ഷേ പിയൂസിന്റെ ഈ സാന്നിധ്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. മോഹൻ പോത്തൻ പിയൂസിനോട് ശാന്തമായി സംസാരിച്ചു. തന്നെയും കുര്യച്ചനെയും ഒരുപോലെ തീർക്കാൻ വേണ്ടി വന്നവനാണ് പിയൂസ് എന്നാണ് മോഹൻ പോത്തൻ ചിന്തിച്ചത്. തങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോ കാണിച്ചു കൂട്ടിയ കുറ്റകൃത്യങ്ങളും മറ്റും പലതും പണം കൊടുത്തുമല്ലാതെയും ഒതുക്കിയതാണെന്നും പിയൂസ് ഏത് കേസിന്റെ പുറകെയാണ് തങ്ങളുടെ പിന്നാലെ എത്തിച്ചേർന്നത് എന്നും മോഹൻ പോത്തന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മോഹൻ പോത്തൻ അതിനെപ്പറ്റി പിയൂസിനോട് തന്നെ ചോദിച്ചു. പക്ഷെ പിയൂസ് ആകെ പറഞ്ഞത്, ഒരാളെ പിന്തുടർന്ന അടുത്ത ആളിലേക്ക് എത്തിച്ചേരാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് നിങ്ങളുടെ പിന്നാലെ വന്നതെന്നായിരുന്നു. മോഹൻ പോത്തൻ പറഞ്ഞു, അതൊക്കെ പണ്ട് തങ്ങൾ വലിയ കൂട്ടായിരുന്ന സമയത്ത് 4-5 കൊല്ലം ജയിലിലേക്ക് എടുക്കാനുള്ള വകുപ്പ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടാ ആ തന്തയില്ല പരനാറി ഈ മുങ്ങലങ്ങ് മുങ്ങിയത്. ഒരാളെ ശത്രുവാക്കാൻ അവന് വലിയ സമയമൊന്നും വേണ്ട. അവന് വേണ്ട കാര്യങ്ങള് നമ്മൾ പോലും അറിയാതെ അവൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ തീരുമാനപ്രകാരമാണെന്ന്. ഒടുവിൽ പെട്ടുകഴിയുമ്പോഴേ അറിയുള്ളൂ. കുര്യച്ചൻ എവിടെയാണ്? പിയൂസ് ചോദിച്ചു. മോഹൻ പോത്തന്റെ മറുപടികളിൽ കൃത്യമായ നിഗൂഢതയുണ്ടായിരുന്നു. മോഹൻ പോത്തനും കുര്യച്ചൻ എവിടെയുണ്ടെന്ന് അറിയാൻ പാടില്ല. നാടൊട്ടുക്കും തിരഞ്ഞിട്ടും കിട്ടിയില്ല. മോഹൻ പോത്തന്റെ അറിവ് വെച്ച് പണ്ടൊരു ഫോറസ്റ്റ് ഓഫീസറെ പണിത് ഇതുപോലെ മുങ്ങിയപ്പോ കുര്യച്ചൻ ഒളിവിൽ താമസിച്ചത് കാടിനുള്ളിലെ ഏതോ പാറയിടുക്കിലാണ്. ഒരു ഗുഹയിൽ. അവിടെ ഒരു നീർച്ചാലുണ്ട്. വെള്ളം അവിടുന്ന് കുടിക്കാം. പഴങ്ങളും മറ്റും കൊണ്ടുകൊടുക്കാൻ ട്രെയിൻ ചെയ്ത നായകളുമുണ്ട്. അതുകൊണ്ട് കുര്യച്ചൻ ആ കാടിനുള്ളിൽ എവിടെയോ ഉണ്ടാകണം. അത് കണ്ടെത്താനാണ് മോഹൻ പോത്തൻ പട്ടിയെ ബ്രീഡ് ചെയ്യാൻ എന്ന പേരിൽ അങ്ങോട്ടേക്ക് എത്തിയത്. പിന്നാലെ മോഹൻ പോത്തൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന പട്ടിയെ നീ കണ്ടില്ലേ? മണപ്പിക്കാൻ പോലും മറ്റൊരു നായയും അതിന്റെ അടുത്തേക്ക് വന്നില്ല. അതിന്റെ അർത്ഥം അവറ്റകളെ നിയന്ത്രിച്ചു നിർത്താൻ ഇപ്പോഴും ഒരു മാസ്റ്ററിന്റെ കമാൻഡ് ലൈൻ ഇവിടെ ഉണ്ടെന്നാണ്. കുര്യച്ചൻ ഇവിടെ ഉണ്ടാകും എന്നതിന്റെ തെളിവും അതുതന്നെയാണ്. പിന്നീടുള്ള സംസാരത്തിൽ മോഹൻ പോത്തൻ പിയൂഷിനോട് പറഞ്ഞു, കുര്യച്ചനെ ഒറ്റയ്ക്ക് വീഴ്ത്താൻ പറ്റും എന്ന് നീ കരുതണ്ട. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാ അത് സാധിക്കും. അത് കഴിഞ്ഞിട്ട് പോരെ നമ്മൾ തമ്മിലുള്ള കണക്ക്. അപ്പോഴാണ് പെട്ടെന്നവിടെ നായകൾ കുരയ്ക്കുന്നതും ഓരിയിടുന്നതുമായ ശബ്ദം കേട്ടത്. മോഹൻ പോത്തൻ ബൈനോക്കുലറും എടുത്ത് കൊക്കയുടെ ഭാഗത്തേക്കൂടി അവിടെ നിന്ന് താഴേക്ക് നിരീക്ഷിക്കാൻ തുടങ്ങി. പിയൂഷ് പിന്നാലെ ചെന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ദൂരെ നിന്നും പാഞ്ഞു വന്ന 2 നായകൾ മോഹൻ പോത്തനെ ചവിട്ടി നേരെ കൊക്കയിലേക്ക് വീഴ്ത്തി. ഞെട്ടലോടെ അത് നോക്കിക്കാണാനേ പിയൂഷിന് സാധിച്ചുള്ളൂ. ഞെട്ടലോടെയെല്ലാം പിയൂസ് ഓർത്തെടുത്തു. അടുത്ത ദിവസം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ ജോൺ പീറ്റർ പാപ്പച്ചനെ വിളിപ്പിച്ചു. പിയൂസിനെ പറ്റിയുള്ള തന്റെ സംശയങ്ങളും കാര്യങ്ങളും പാപ്പച്ചനോട് പറഞ്ഞു. പിയൂസിനെ പറ്റി അന്വേഷിച്ചപ്പോ ജോൺ പീറ്റർ ചിലത് മനസ്സിലാക്കിയിരുന്നു. അവിടെ പിയൂസ് ആയിട്ടുള്ളത് യഥാർത്ഥ പിയൂസ് അല്ല, മ്ലാത്തിച്ചെടുത്തിയുടെ മകൻ ഉണ്ണി എന്ന വ്യക്തിയെയായിരുന്നു ജോലിക്കാരനെ കണ്ടെത്താൻ ഏർപ്പാടാക്കിയിരുന്നത്. ഉണ്ണിയാണ് പിയൂസിനെ ഏർപ്പാടാക്കിയതും. പക്ഷെ ഇവിടെ പിയൂസ് എന്ന പേരിലുള്ളവൻ അവന് മണി ഓർഡർ വരുമ്പോഴേ അത് ഉണ്ണിക്കും യഥാർത്ഥ പിയൂസിന്റെ വീട്ടിലേക്കുമായി അയച്ചു കൊടുക്കുന്നു. ഞെട്ടലോടെയായിരുന്നു ആ കാര്യങ്ങൾ പാപ്പച്ചൻ കേട്ടത്. പിന്നാലെ താൻ മനസ്സിലാക്കിയ കുറച്ച്
കാര്യങ്ങളും കൂടി അയാൾ വിശദീകരിച്ചു. പേൾവ്യൂ മർഡർ കേസ് നടക്കുമ്പോൾ അതിന്റെ വിചാരണ സമയത്ത് 4മതൊരു പ്രതിയുണ്ടായിരുന്നു. ഒരു പയ്യൻ, മണികണ്ഠൻ എന്നായിരുന്നു അവന്റെ പേര്. പിന്നീടത് സിനിമയാക്കിയപ്പോ പ്രൊഡ്യൂസറെ മറ്റും കണ്ട് എല്ലാ റൈറ്റ്സും പണമായി വാങ്ങിയെടുത്ത ഒരുത്തൻ. ലക്ഷണം വെച്ച് നോക്കുമ്പോ ഇവിടെ പിയൂസ് ആണെന്ന് പറഞ്ഞു നിൽക്കുന്നവൻ മണികണ്ഠനാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അവന്റെ സ്കെച്ചും ഒന്നും അവൈലബിൾ അല്ല. പാപ്പച്ചൻ പറഞ്ഞു, അത് വെരിഫൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് അപ്പൂട്ടിന്ന് തുടങ്ങാം. അപ്പൂട്ടിക്ക പിയൂസുമായി കൂടുതൽ അടുപ്പമുള്ളത്. ഇതേസമയം മറുവശത്ത് പിയൂസ് ആകട്ടെ കുര്യച്ചന്റെ ഫോട്ടോസ് നോക്കി നിൽക്കുകയായിരുന്നു. മ്ലാത്തിച്ചേട്ടത്തിക്ക് അവൻ പാൽ കൊണ്ടുവന്നു വെച്ചിരുന്നു. പക്ഷേ പിയൂസിന്റെ കാര്യത്തിൽ മ്ലാത്തിച്ചേട്ടത്തിക്കും സംശയമുണ്ടായിരുന്നു. അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണം ഉറുമ്പിനും മറ്റും കൊടുത്ത് ടെസ്റ്റ് ചെയ്ത ശേഷമേ അവർ കഴിച്ചിരുന്നുള്ളൂ. അടുത്ത ദിവസം തടലോറി ഓടിക്കുന്ന സോമനും സുകുമാരനും കൂടി പിയൂസിനടുക്കൽ സംസാരിച്ചു. പിയൂസിനോട് മ്ലാത്തിച്ചേട്ടത്തിയെ തൽക്കാലം അവിടെ നിന്നും മാറ്റി നിർത്താൻ പറ്റുമോന്ന് നോക്കാനും തങ്ങൾക്ക് അവിടെ ഒന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞു. പക്ഷെ പിയൂഷ് പറഞ്ഞു, അതൊന്നും ശരിയാവില്ല. ഞാൻ എന്തു കൊടുത്താലും അവരതൊക്കെ ഉറുമ്പിനൊക്കെ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാ കഴിക്കുള്ളൂ. പിന്നെ ആ വീട്ടിലും പരിസരത്തുമൊന്നും ഒന്നുമില്ല. അവിടെ ചുറ്റുഭാഗമൊക്കെ കഴിഞ്ഞ 4 മാസമായി ഞാൻ കുറെ നോക്കിയതാണ്. ഞാൻ അവിടെ തിരയാത്ത സ്ഥലമില്ല. ഇതേസമയം മറുവശത്ത് ജോൺ പീറ്ററും പാപ്പച്ചനും ലോഡ്ജിലും മറ്റും പോയി അന്വേഷിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ പിയൂസിന്റെ രൂപത്തിനോട് സാമ്യമുള്ള പയ്യൻ മോഹൻ പോത്തിനെ പിന്തുടർന്ന് ലോഡ്ജിലെത്തിയ കാര്യവും മറ്റും അവർ മനസ്സിലാക്കി. മറുവശത്ത് സോമനും സുകുമാരനും പിയൂസും കൂടി സംസാരിക്കുകയായിരുന്നു. കുര്യച്ചനുള്ളത് എന്തായാലും ഒരുപാട് ദൂരെയുള്ള മലനിരകളിലൊന്നും ആവാൻ സാധ്യതയില്ലെന്നും കൊക്കമലയ്ക്കപ്പുറം നിന്ന് നായകളെ അങ്ങനെ നിയന്ത്രിക്കാൻ കുര്യച്ചന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും പിയൂസ് പറഞ്ഞു. അങ്ങനെ അവർ കൊക്കമലയിൽ പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. പിയൂസ് പറഞ്ഞു, അങ്ങനാണെങ്കിൽ കുന്നുകേറി പട്ടികളുടെ ടെറിട്ടറിയിലേക്ക് കടന്നു വരരുത്. അങ്ങനാണേൽ കുര്യച്ചൻ വിവരമറിയും. പിന്നെ അത് ബുദ്ധിമുട്ടാകും. ചേട്ടന് അത് നന്നായിട്ട് അറിയാമല്ലോ. സുകുമാരന്റെ നേരെ നോക്കിക്കൊണ്ടായിരുന്നു പിയൂസ് അത് ചോദിച്ചത്. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. കഥയുടെ തുടക്കത്തിൽ ജോൺ പീറ്റർ പിയൂസിനെ കൊണ്ടുപോയപ്പോ അങ്ങോട്ടേക്കാരോ പോവാൻ ശ്രമിക്കുന്നത് തിരികെ എത്തിയ പിയൂസ് കണ്ടിരുന്നല്ലോ. അതേ സുകുമാരനായിരുന്നു. പിയൂസിന് ഏറെക്കുറെ അത് വ്യക്തമായി കഴിഞ്ഞു. സോമനോടും സുകുമാരനോടും അവരുടെ തടലോറി കൊണ്ടുപോയി നാട്ടിലിട്ട് ബസ്സിൽ കയറി അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാനായിരുന്നു അത്. അത്തരത്തിൽ പ്രവർത്തിക്കാനും അവർ തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് അപ്പൂട്ടിയെ അന്വേഷിച്ചു പോയ ജോൺ പീറ്ററും പാപ്പച്ചനും ഒരു സത്യം മനസ്സിലാക്കി. കർണാടകയിലും മറ്റും പോയി പലയിടത്തു നിന്നായി കുര്യച്ചന്റെ കത്തുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൂട്ടിയാണ്. അപ്പൂട്ടിയെ നന്നായിട്ടൊന്ന് വിരട്ടിയപ്പോ തനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പൂട്ടി പറഞ്ഞു. കുര്യച്ചൻ അപ്രത്യക്ഷമാവുന്നതിനു മുമ്പ് കുര്യച്ചനെ മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിൽ കൊണ്ടാക്കിയത് അപ്പൂട്ടിയായിരുന്നു. ഒളിവിൽ പോകുന്നതിന് മുമ്പ് കുര്യച്ചൻ തന്നെ എഴുതി അപ്പൂട്ടിയെ ഏൽപ്പിച്ചതാണ് ആ കത്തുകളൊക്കെ. ഒളിവ് കാലാവധി കൂടിയാൽ മാസങ്ങളുടെ ഇടവേളയിൽ കർണാടകയിൽ നിന്നും മറ്റുമായി പലയിടത്തു നിന്ന് കത്തുകൾ മ്ലാത്തിച്ചേട്ടത്തിയുടെ വിലാസത്തിലേക്ക് അയക്കാൻ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. കൂട്ടത്തിലും നന്നായിട്ടൊന്ന് വിരട്ടി കാര്യങ്ങൾ ചോദിച്ചപ്പോ കുര്യച്ചൻ പറഞ്ഞ കാര്യങ്ങളും അപ്പൂട്ടി പറഞ്ഞു. ചോരയിൽ കുളിച്ച് ജുബയും മറ്റുമായി മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലേക്ക് വന്നിറങ്ങിയ കുര്യച്ചൻ അപ്പൂട്ടിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് വിരട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഇടയിൽ ആ പയ്യൻ കയറി കുത്തൂന്ന് ഞാൻ കരുതിയില്ല. അപ്പൂട്ടി മറുപടി പറഞ്ഞു, ഒരു കണക്കിന് ബോഡി ഗാർഡ് പോലെ അത്തരത്തിലൊരുത്തം കൂടിയുള്ളത് കുര്യച്ചന് നല്ലതല്ലേ. എന്നാലും അവന്റെ തലയൊന്ന് തണുപ്പിച്ചെടുക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസ് തന്റെ പടലേക്ക് ഇരിക്കുമെന്നും അതുകൊണ്ട് ഒളിവിൽ പോകണം എന്നുമായിരുന്നു കുര്യച്ചൻ അപ്പൂട്ടിയോട് പറഞ്ഞത്. കാടിനുള്ളിലെ ഒളിവ് കേന്ദ്രത്തെപ്പറ്റി അപ്പൂട്ടി പറഞ്ഞപ്പോ അത് നിനക്കറിയോ എന്ന് കുര്യച്ചൻ എടുത്തു ചോദിച്ചു. ഇല്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്ന് അപ്പൂട്ടി പറഞ്ഞപ്പോ അത് നീ അറിയാതിരിക്കുന്നതാ നല്ലത്. ചിലപ്പോ നിന്നെ പിടികൂടാൻ വരുന്നവര് നന്നായി ഉപദ്രവിക്കുമ്പോ നിനക്കറിയാമെങ്കിൽ നീ അതങ്ങ് പറഞ്ഞു പോകും. അതും പറഞ്ഞായിരുന്നു കുര്യച്ചൻ വീട്ടിലേക്ക് കയറിയത്. അപ്പൂട്ടി തിരികെ പോരുകയും ചെയ്തു. പയ്യന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അപ്പൂട്ടിക്ക് ആ പയ്യനെ പറ്റി വല്ലതും അറിയാമോ എന്ന് ചോദിച്ച് ജോൺ പീറ്റർ വീണ്ടും അപ്പൂട്ടിയോട് കാര്യങ്ങൾ തിരക്കി. അപ്പൂട്ടി പറഞ്ഞു, കുര്യച്ചൻ എപ്പോഴും പയ്യനെന്നേ പറഞ്ഞിട്ടുള്ളൂ. കുര്യച്ചന്റെ വലങ്കയ്യായിരുന്നു അവൻ എന്ന് മാത്രം അറിയാം. അതോടെ അത് പിയൂസ് ആയിരിക്കുമോ എന്നേറെക്കുറെ ഒരു സംശയം ജോൺ പീറ്ററിന് തോന്നുന്നുണ്ട്. അടുത്ത ദിവസം മ്ലാത്തിച്ചേട്ടത്തിയോട് സംസാരിക്കാനും കാര്യങ്ങൾ ചോദിച്ചറിയാനും വേണ്ടി ജോൺ പീറ്ററും പാപ്പച്ചനും മലമുകളിലേക്ക് കയറി. പക്ഷേ നായകൾ അവരെ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മ്ലാത്തിച്ചേട്ടത്തിയെത്തി നായകളോട് മാറാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് മ്ലാത്തിച്ചേട്ടത്തിയുടെ വീട്ടിലേക്ക് എത്താൻ സാധിച്ചത്. മറുവശത്താകട്ടെ സുകുമാരനും സോമനും കൂടി പിയൂസിനൊപ്പം കാടിനുള്ളിലേക്ക് തിരച്ചിലിന് പോവാനുള്ള ശ്രമങ്ങളിലായിരുന്നു. വളരെ അപകടം പിടിച്ച രീതിയിൽ അവർ മലയിറങ്ങിക്കൊണ്ടിരുന്നു. മറുവശത്ത് ജോൺ പീറ്ററും പാപ്പച്ചനും മ്ലാത്തിച്ചേട്ടത്തിയോട് കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചു. മോഹൻ പോത്തിനെ പറ്റിയായിരുന്നു ആദ്യ ചോദ്യം. മോഹൻ പോത്തിനെ അറിയാമെന്നും മോഹൻ പോത്തൻ മരിച്ച കാര്യമൊക്കെ അറിഞ്ഞിരുന്നുവെന്നും പോലീസ് ആ സമയം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നൊക്കെ മ്ലാത്തിച്ചേട്ടത്തി ജോൺ പീറ്ററോടായി പറഞ്ഞു. പിന്നാലെ ജോൺ പീറ്റർ ചോദിച്ചു, മോഹൻ പോത്തനും കുര്യച്ചനും തമ്മില് എന്താ ഇത്രയ്ക്കൊരു കണക്ഷൻ? അതൊന്നും എനിക്കറിയില്ല. എന്നോട് ഒരുപാട് പറയാറുമില്ല. പറഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവാറുമില്ല. മ്ലാത്തിച്ചേട്ടത്തി മറുപടി കൊടുത്തു. പതി അവരത്ര രസത്തിലല്ലാതായല്ലേ. എന്തു പറ്റിയതാണെന്നറിയോ? എന്തോ പോലീസ് കേസാണെന്നറിയാം. കുര്യച്ചൻ പോത്തൻ
പോത്തനെ പെടുത്തിയതാണോ? ആവാം. അപ്പോ കുര്യച്ചൻ പോത്തനെ ചതിച്ചെന്നാണോ? ജയിലിൽ പോയത് പോത്തന, ആരാരെ ചതിച്ചു എന്നൊന്നും എനിക്കറിയില്ല. അവരുടെ രീതികളൊക്കെ അങ്ങനെ. കുര്യച്ചൻ അമ്മച്ചിയോട് അങ്ങനെയായിരുന്നു, നല്ല രീതിയിലായിരുന്നു. നല്ല രീതിയിൽ എന്ന് പറയുമ്പോ സാധാരണമായിട്ട്. പിന്നെ കുര്യച്ചനെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല. ഇവിടെ വന്ന പോലീസുകാര് പലതവണ ഇത് ചോദിച്ചതാ. നിങ്ങളും അതിലേക്ക് തന്നെയല്ലേ വരുന്നത്? ഞാൻ അങ്ങനെ കൊന്നിട്ടില്ല, മ്ലാത്തിച്ചെടുത്തി പറഞ്ഞു. ജോൺ പീറ്ററിന്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത ഒരു പരിഭ്രമമുണ്ടായിരുന്നു. ജോൺ പീറ്റർ പിന്നാലെ മ്ലാത്തിച്ചെടുത്തിയോട് ചോദിച്ചു, 5-6 കൊല്ലം മുമ്പ് മോഹൻ പോത്തൻ ഇവിടെ വന്നെന്ന് പറഞ്ഞല്ലോ. ആ സമയം കുര്യച്ചനുണ്ടായിരുന്നില്ലേ? ഇല്ല. എവിടെ പോയതായിരുന്നു? അതിപ്പോ നിങ്ങളൊക്കെ ഭാര്യമാരോടൊന്ന് പറഞ്ഞിട്ടാണോ ഓരോ എടുത്തു പോകുന്നേ? അപ്പോ ഇവിടെ വന്ന് പോയതിന് പിന്നാലെയായിരിക്കും കോതമംഗലത്ത് വെച്ച് മോഹൻ പോത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുര്യച്ചൻ പെടുത്തിയതാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാപ്പച്ചൻ ഇടയ്ക്ക് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന കുര്യച്ചന്റെയും മോഹൻ പോത്തന്റെയും ഫോട്ടോയിലേക്ക് മ്ലാത്തിച്ചെടുത്തിയും ജോൺ പീറ്ററും നോക്കി നിന്നു. മ്ലാത്തിച്ചെടുത്തിയുടെ ഓർമ്മകൾ മോഹൻ പോത്തൻ വന്ന ആ ദിവസത്തിലേക്ക് പോയി. വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു മോഹൻ പോത്തൻ അവിടെ എത്തിയത്. കുര്യച്ചനെങ്ങാനും അവിടുണ്ടോ എന്നയാൾ വലിയ ദേഷ്യത്തിൽ തിരയുന്നുണ്ടായിരുന്നു. മ്ലാത്തിച്ചെടുത്തി കുര്യച്ചൻ അവിടില്ലെന്ന് പറഞ്ഞു. കുര്യച്ചന്റെ മറ്റ് ഭാര്യ വീട്ടിലൊക്കെ പോയിട്ടാ താൻ വന്നതെന്നും അവിടൊന്നും അയാൾ പോയിട്ടില്ലെന്നും അങ്ങനാണെങ്കിൽ അയാൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് മോഹൻ പോത്തൻ തറപ്പിച്ചു പറഞ്ഞു. മ്ലാത്തിച്ചെടുത്തിയോട് വീണ്ടും വീണ്ടും ചോദിച്ചെങ്കിലും മ്ലാത്തിച്ചെടുത്തി എനിക്കറിയില്ലെന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. മോഹൻ പോത്തൻ പിന്നാലെ പറഞ്ഞു, നിങ്ങളോട് മാത്രം കുറച്ചധികം കാര്യമായിരുന്നു അച്ചായന്. മലേഷ്യന്ന് കുറച്ചധികം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ. വേറെ ആര് ചതിച്ചാലും നിങ്ങൾ ചതിക്കില്ലെന്ന വിശ്വാസം കാണും. അതറിയുമെങ്കിൽ പിന്നെ ഇങ്ങനെ നിൽക്കണോ എന്നായിരുന്നു മ്ലാത്തിച്ചെടുത്തിയുടെ ചോദ്യം. മോഹൻ പോത്തൻ ദേഷ്യത്തിൽ ആ വീട്ടിൽ നിന്നിറങ്ങി. പുറത്തേക്കിറങ്ങുമ്പോ നായകൾ പുറത്ത് വട്ടമിട്ട് നിൽക്കുന്നു. മോഹൻ പോത്തൻ ആ പട്ടികളെ നോക്കി പിന്നാലെ പറഞ്ഞു, ചിലതൊക്കെ ശരിയാട്ടോ. പട്ടികൾ അളക്കുന്ന അളവില് മനുഷ്യനെ അളക്കാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് വന്ന മ്ലാത്തിച്ചെടുത്തിക്ക് നേരെ തിരിഞ്ഞ് മോഹൻ പോത്തൻ ചോദിച്ചു, ഓർമ്മയുണ്ടോ നിങ്ങളുടെ ഭർത്താവ് യോസിയ പറഞ്ഞതായിരുന്നു ഇത്? യോസിയ പറഞ്ഞതൊക്കെ കറക്റ്റാ. അയാളുടെ നായകൾക്ക് കണ്ണില് നോക്കി അറിയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാ പണ്ട് അവര് കുര്യച്ചനെ കരയിലേക്ക് അടുപ്പിക്കാതിരുന്നത്. മനുഷ്യരെ കൊന്നാലും വേണ്ടില്ല, നായകളെ തുടരുത് എന്ന് ചിന്തിക്കുന്ന ആളാ കുര്യച്ചൻ. അയാൾ ആ നായ്ക്കളെയും കൊന്ന് അവിടെ ആ ഷോ കാണിച്ചത് നിങ്ങളോടുള്ള കഴപ്പം കൊണ്ടൊന്നുമല്ല. പ്രൊട്ടക്ഷൻ എന്ന പേരില് ഈ നായ്ക്കളെയും വെച്ച് നിന്റെ മുൻ ഭർത്താവ് യോസിയ കാണിച്ച ഷോ ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്തതാ. യോസിയയെ അന്ന് കുര്യച്ചൻ ഒരു കേസിൽ പെടുത്തി ജയിലിൽ അടയ്ക്കുകയായിരുന്നു. എന്നിട്ട് തിരികെ വന്ന് മ്ലാത്തിച്ചെടുത്തിയോട് പറഞ്ഞതാകട്ടെ യോസിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും കിട്ടിയ പങ്കിടാമെന്ന് പറഞ്ഞ ഐഡിയയില അന്ന് ആ കള്ളക്കഥയുണ്ടാക്കി മോഹൻ പോത്തനും കുര്യച്ചനും മ്ലാത്തിച്ചെടുത്തിയുടെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ കിട്ടിയപ്പോ കുര്യച്ചൻ മ്ലാത്തിച്ചേട്ടത്തിയെ ഒറ്റയ്ക്കങ്ങ് സ്വന്തമാക്കി. അന്ന് മ്ലാത്തിച്ചെടുത്തിയെ കൊണ്ടുപോരാൻ ഐഡിയ കൊടുത്തത് ഈ മോഹൻ പോത്തനായിരുന്നു. എല്ലാം കേട്ട് ഞെട്ടലോടെ മ്ലാത്തിച്ചെടുത്തി നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പോകുമ്പോ ചിരിയോടെ മോഹൻ പോത്തൻ പറഞ്ഞു, റിമാൻഡിങ് കഴിഞ്ഞ് യോസിയെ പുറത്തു വരുമ്പോഴേക്കും നിന്നെയും കൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു. നിന്റെ പഴയ കെട്ടിയോൻ നിന്നെ അന്വേഷിച്ച് കുറെ നടന്നു കാണും. ചിലപ്പോ ചത്തൊടുങ്ങിയിട്ടുണ്ടാകും. മ്ലാത്തിച്ചേട്ടത്തിക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോകുന്നതിനു മുമ്പ് മോഹൻ പോത്തൻ ഒന്നുകൂടി പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ തലയിൽ ഇതാ വിധിച്ചിരിക്കുന്നേ, കുര്യച്ചന്റെ കസ്റ്റഡിയില് ഇങ്ങനൊരു ജീവപര്യന്തം. മ്ലാത്തിച്ചെടുത്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കഥ പ്രസന്റിലേക്ക് പോകുന്നു. കാട്ടിൽ കുര്യച്ചനെ തിരഞ്ഞു പോയിരുന്ന സുകുമാരനും സോമനും വെള്ളം കിട്ടാതെ അവശനിലയിലായിരുന്നു. പിയൂസ് തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം അവർക്ക് കൊടുത്ത് അവരോട് വിശ്രമിക്കാൻ പറഞ്ഞു. മറുവശത്ത് ജോൺ പീറ്ററും പാപ്പച്ചനും വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പോത്തൻ പോയി കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ കുര്യച്ചൻ ഇവിടെ വന്നത്? ജോൺ പീറ്റർ ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണെന്ന് മ്ലാത്തിച്ചെടുത്തി മറുപടിയും കൊടുത്തു. അന്ന് ഇവിടെ എന്താ നടന്നത് എന്നായി ജോൺ പീറ്ററിന്റെ ചോദ്യം. പ്രത്യേകിച്ചൊന്നും നടന്നില്ല, ഒന്നും പറഞ്ഞുമില്ല. തുണിയും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് രാത്രി തന്നെ പോയി, മ്ലാത്തിച്ചെടുത്തി മറുപടി കൊടുത്തു. പിന്നാലെ കാടിനുള്ളിൽ നായകളുടെ കാവലിൽ നായകളുടെ സഹായത്തോടെ ഒളിവിൽ കഴിയുന്ന ഇടത്തെപ്പറ്റി വല്ലതും അറിയാമോ എന്ന കാര്യവും ജോൺ പീറ്റർ മ്ലാത്തിച്ചെടുത്തിയോട് ചോദിച്ചു. പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും പക്ഷെ അതെവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നുമായിരുന്നു മ്ലാത്തിച്ചെടുത്തിയുടെ മറുപടി. മ്ലാത്തിച്ചെടുത്തി കുര്യച്ചന്റെ ഫോട്ടോയിലേക്ക് നോക്കി. ഓർമ്മകൾ അവരുടെ ഉള്ളിലേക്ക് വന്നിറങ്ങി. കുര്യച്ചൻ മോഹൻ പോത്തൻ വന്ന് പോയ ശേഷം മ്ലാത്തിച്ചെടുത്തിയെ കാണാൻ വേണ്ടി വന്ന ദിവസം, ഒളിവിൽ പോകുന്നതിന് മുമ്പുള്ള ദിവസം, മോഹൻ പോത്തൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുള്ള ഷോക്കിലായിരുന്നു മ്ലാത്തിച്ചെടുത്തി. വന്നെത്തിയ കുര്യച്ചനുമായി മ്ലാത്തിച്ചെടുത്തി സംസാരിച്ചു. മോഹൻ പോത്തൻ വന്ന കാര്യം പറഞ്ഞപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോതമംഗലം പോലീസിന്റെ കയ്യിൽ താനവനെ പിടിപ്പിച്ചിട്ടുണ്ട്. കുറെ വർഷത്തേക്ക് ഇനി അവന്റെ ശല്യമുണ്ടാവില്ല എന്ന് അയാൾ പറഞ്ഞു. ഉടൻ മ്ലാത്തിച്ചെടുത്തിയുടെ ആ ചോദ്യം വന്നു. പണ്ട് യോസിയായെ ജയിലിൽ അടച്ച പോലെയല്ലേ? ഒരു നിമിഷം കുര്യച്ചൻ ഒന്ന് ഞെട്ടി, ഒന്ന് നിശബ്ദമായി. ആ നിശബ്ദത മ്ലാത്തിച്ചേട്ടത്തിക്ക് അത് സത്യമാണ് എന്ന കാര്യം വ്യക്തമാക്കി കൊടുത്തിരുന്നു. പുറത്തേക്ക് വന്ന കുര്യച്ചൻ പറഞ്ഞു, എത്ര വർഷം കഴിഞ്ഞു, ഇനിയിപ്പോ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്തിനാണ്? അതെ, ജീവപര്യന്തം ഞാനിവിടെ അനുഭവിച്ചു കഴിഞ്ഞല്ലോ. അതായിരുന്നു മ്ലാത്തിച്ചേടത്തി പറഞ്ഞത്. ആ ഒരു കള്ളം മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് കുര്യച്ചൻ മ്ലാത്തിച്ചേടത്തിയോട് പറഞ്ഞു. വേദനയിൽ നിറഞ്ഞ ചിരിയോടെ ചെറുതോ എന്ന ചോദ്യമായിരുന്നു മ്ലാത്തിച്ചേടത്തിയിൽ നിന്ന് ഉയർന്നു വന്നത്. ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് എന്ന് കുര്യച്ചൻ പറഞ്ഞു. ഈ പ്രശ്നമൊക്കെ കഴിയുമ്പോ ഞാൻ തിരികെ വരാമെന്നും എന്നിട്ട് സംസാരിക്കാമെന്നും കുര്യച്ചൻ
മ്ലാത്തിച്ചേടത്തിയോട് പറഞ്ഞിട്ടായിരുന്നു സാധനങ്ങളും എടുത്ത് അവിടെ നിന്നിറങ്ങിയത്. പിന്നീട് കുര്യച്ചനെ ആരും തന്നെ കണ്ടിട്ടില്ല. ഓർമ്മയിൽ മുഴുകിപ്പോയ മ്ലാത്തിച്ചേടത്തിയെ പാപ്പച്ചനായിരുന്നു വിളിച്ചുണർത്തിയത്. പിന്നാലെ പിയൂസിനെ പറ്റിയുള്ള സത്യാവസ്ഥ അവർ മ്ലാത്തിച്ചേടത്തിയോട് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അപകടമാണെന്നും മറ്റൊരിടത്തേക്ക് താമസം മാറണം, മല ഇറങ്ങണം എന്നും അറിയിച്ചു. പിന്നാലെ പിയൂസിനെ പറ്റിയുള്ള കാര്യങ്ങളും പറഞ്ഞു. കുര്യച്ചനെ തീർക്കണമെന്ന് പറഞ്ഞു വന്നവരിൽ വളരെ കുറച്ചുപേര് മാത്രമേ ഇപ്പൊ ബാക്കി ജീവനോടെയുള്ളൂ. ചിലർ ഉയരത്തിന്ന് മോഹൻ ബോത്തിനെ പോലെ വീണു മരിച്ചു, ചിലർ ആക്സിഡന്റിൽ മരിച്ചു, ചിലരെ തൊണ്ടമുറിഞ്ഞു മരിച്ചു. ആക്സിഡന്റ് പറ്റിയതിലൊക്കെയോ ബ്രേക്ക് കേബിൾ കട്ടുമായിരുന്നു. ഇവിടെ വന്നപ്പോ എനിക്കും അത്തരത്തിലൊരു അനുഭവം ഉണ്ടായി. ഒരുപക്ഷെ ഇതൊക്കെ ചെയ്തത് കുര്യച്ചനാവാം, അല്ലെങ്കിൽ കുര്യച്ചന് വേണ്ടി മറ്റൊരാളാവാം. കുര്യച്ചൻ ഒളിവിൽ പോകേണ്ടി വന്ന 6 കൊല്ലം മുമ്പുള്ള ആ കേസിലും കുത്തിയത് കുര്യച്ചനല്ല, കുര്യച്ചന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പയ്യനായിരുന്നു. പിയൂസിലേക്കാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത്. കുര്യച്ചനെ പോലൊരു ട്രെയിനർക്ക് പിയൂസ് അഥവാ മണികണ്ഠനെ പോലെ നല്ലൊരു ഡോഗിനെ ട്രെയിൻ ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റും. പിയൂസിനും കുര്യച്ചനെന്ന് പറഞ്ഞാൽ വളരെ വലിയ സ്ഥാനത്തിലായിരുന്നു. മറുവശത്ത് കാട്ടിൽ പോയിരുന്ന കുര്യച്ചനെ കൊല്ലാൻ ഭാഗത്തിന് പിയൂസിന്റെ കൂടെ പോയ സുകുമാരനെയും സോമനെയും പിയൂസ് തന്നെ വെള്ളത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നെ അവിടെ നടന്നത് ഒരു കനത്ത ഏറ്റുമുട്ടലായിരുന്നു. കുര്യച്ചന്റെ ബോഡി ഗാർഡായ മണികണ്ഠൻ പിയൂസ് ആണെന്ന കാര്യം സുകുമാരനും സോമനും കൃത്യമായി മനസ്സിലായി. യാഥാർത്ഥ്യത്തിൽ സോമനും സുകുമാരനും പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. കുര്യച്ചനെ പറ്റിയുള്ള അന്വേഷണത്തിലായിരുന്നു അവർ. നേവിക്കാരന്റെ വേഷത്തിലെത്തിയ ജോണും യാഥാർത്ഥ്യത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന സൂചന അവിടെ വെച്ച് കൃത്യമായി ലഭിക്കുന്നുണ്ട്. ഏറ്റുമുട്ടലിൽ സുകുമാരനെ പിയൂസ് എന്ന മണികണ്ഠൻ കൊലപ്പെടുത്തി. വൈകാതെ സോമനുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പക്ഷേ ഏറ്റുമുട്ടലിൽ പിയൂസ് പരാജയപ്പെടുമെന്ന ഘട്ടമെത്തിയപ്പോ ഭാഗ്യം അവന്റെ തുണയ്ക്കെത്തി. ഒരു പാമ്പ് സോമനെ കൊത്തി. വിഷപ്പാമ്പാണ്. സോമൻ അവശതയിലായി. രക്ഷപ്പെടുത്താൻ പറഞ്ഞു. പക്ഷേ പിയൂസ് ഒരു ദയ്യം കാണിച്ചില്ല. കുട്ടിക്കാലത്ത് 6-ാം വയസ്സിൽ അവന്റെ അച്ഛനും അമ്മയും ഒരു ലോഡ്ജ് മുറിയിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുന്നത് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട മനസ്സാണ് അവന്റേത്. ഒന്നിനോടും തനിക്കൊരു ദയ്യവുമില്ല, ദാക്ഷിണ്യവുമില്ല എന്ന് പിയൂസ് സോമനെടുക്കൽ വ്യക്തമായി പറഞ്ഞു. സോമനെ മരിക്കാൻ വിട്ട് അവൻ അവിടെ നിന്ന് പോന്നു. കുളിച്ച് വൃത്തിയായിട്ടാണ് തിരികെ മല കയറിയത്. തന്റെ മാസ്റ്ററായ കുര്യച്ചനെ കൊല്ലാൻ വരുന്നവരെയൊക്കെ വകവരുത്തിക്കൊണ്ടിരുന്നത് പിയൂസ് തന്നെയായിരുന്നു. ജോൺ പീറ്ററും പാപ്പച്ചനും തിരികെ ഇറങ്ങാൻ നേരം മ്ലാത്തിച്ചേടത്തിയോട് പറഞ്ഞിരുന്നു പിയൂസിന്റെ ഫേക്ക് ഐഡന്റിറ്റി പൊളിഞ്ഞ കാര്യം അവൻ അറിഞ്ഞിട്ടില്ല. മ്ലാത്തിച്ചേടത്തി അതവന്റെ അടുക്കൽ കാണിക്കരുത്, അങ്ങനാണെങ്കിൽ അവൻ അലേർട്ടാകും. ശേഷം അവരവിടെ നിന്ന് പോവാൻ തുടങ്ങി. പോകുമ്പോ ജോൺ പീറ്റർ പാപ്പച്ചനോട് കുര്യച്ചൻ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള മലനിരകളിലെ ഗുഹകളെ പറ്റി ചോദിച്ചു. പാപ്പച്ചനും താൻ പണ്ട് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ അത്തരം സാധ്യതകളെപ്പറ്റി പറഞ്ഞു. ആ സമയത്താണ് ജോൺ പീറ്ററിന് പെട്ടെന്നൊരു ആശയം തോന്നിയത്. ജോൺ പീറ്റർ മലഞ്ചെരുവിലേക്ക് വണ്ടി തിരിച്ചു നിർത്തി. ജോൺ പീറ്റർ പാപ്പച്ചനോട് പറഞ്ഞു, കർണാടകയിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും ആ കാടിന്റെ ഉള്ളിലെ മലനിരകളിലേക്ക് ആർക്കും അങ്ങനെ എത്തിച്ചേരാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? ഇത്രയും വർഷക്കാലം നായകളുടെ സഹായത്തോടെ കുര്യച്ചൻ അവിടെ ഒളിവി കഴിയുവാണെന്നോ? ഇതേ സമയം മറുവശത്ത് പിയൂഷ് മ്ലാത്തിച്ചേടത്തിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിൽ നോക്കുമ്പോൾ മ്ലാത്തിച്ചേടത്തിയില്ല. പുറത്തേക്ക് വരുമ്പോ അവിടെ ഒരു മുളപ്പാത്രം കിടക്കുന്നുണ്ട്. അതിനകത്ത് ചോറിന്റെ വറ്റുകൾ കാണാം. പിയൂഷ് നോക്കുമ്പോ ദൂരെ പാറക്കെട്ടിൽ കാട്ടിലേക്ക് ബൈനോക്കുളറും വെച്ച് നോക്കിക്കൊണ്ട് മ്ലാത്തിച്ചേടത്തി ഇരിക്കുന്നുണ്ട്. പിയൂഷ് അടുത്തു ചെന്നു. നാട്ടിൽ പോയിട്ട് നീ ഇത്ര വേഗം വന്നോ? മ്ലാത്തിച്ചേടത്തി ചോദിച്ചു. എന്താ ബൈനോക്കുളറൊക്കെ ആയിട്ടിരിക്കുന്നേ എന്നായിരുന്നു പിയൂഷിന്റെ മറുചോദ്യം. ഒരു രസമല്ലേ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ, മ്ലാത്തിച്ചേടത്തി പറഞ്ഞു. പിന്നാലെ മ്ലാത്തിച്ചേടത്തി പിയൂഷിനോട് സംസാരിച്ചു. നായകളുടെ കൂട്ടത്തിൽ കുര്യച്ചൻ കാണാത്ത ഇനമൊന്നുമില്ല, എന്നാലും എല്ലാം തികഞ്ഞ ഒന്നിനെ കിട്ടുന്നില്ലല്ലോ എന്നെപ്പോഴും പരാതിയായിരുന്നു. കുര്യച്ചന് കിട്ടാത്ത ഇനമുണ്ടോ? പിയൂഷ് ചോദിച്ചു. മ്ലാത്തിച്ചേടത്തി പിന്നാലെ പറഞ്ഞു, കിട്ടിയില്ലേലും ലക്ഷണം ഒന്നിനെ പരിശീലിപ്പിച്ചെടുക്കാം എന്നെപ്പോഴും പറയുമായിരുന്നു. എന്നിട്ട് ശീലിപ്പിച്ചെടുക്കാൻ പറ്റിയോ? പറ്റിയില്ലെന്നാ കരുതിയിരുന്നേ. അത് പറഞ്ഞ ശേഷം ചെറു പുഞ്ചിരിയോടെ പിയൂഷിനെ നോക്കിക്കൊണ്ട് മ്ലാത്തിച്ചേടത്തി പറഞ്ഞു, നീ ആരാണെന്നറിയും വരെ. പെട്ടെന്ന് പിയൂഷിന്റെ മുഖത്തെ ചിരിമാഞ്ഞു. താൻ മണികണ്ഠനാണെന്ന സത്യം മ്ലാത്തിച്ചേടത്തി മനസ്സിലാക്കി എന്ന കാര്യം അവൻ തിരിച്ചറിഞ്ഞു. മ്ലാത്തിച്ചേടത്തി പിന്നാലെ പറഞ്ഞു, മക്കള് പോലും കുര്യച്ചന് ഇത്ര വില കൊടുത്തിട്ടില്ല. വല്ലാത്തൊരു ഭാവത്തിൽ മ്ലാത്തിച്ചേട്ടത്തിയെ നോക്കിക്കൊണ്ട് പിയൂഷ് മറുപടി കൊടുത്തു. കൂറുള്ള നായ്ക്കളുമുണ്ട്. ചെറു പുഞ്ചിരിയോടെ മ്ലാത്തിച്ചേട്ടത്തി വീണ്ടും ചോദിച്ചു, എത്ര നാള് ഇങ്ങനെ തങ്ങാന്നാ കരുതുന്നേ? പിയൂഷ് പറഞ്ഞു, വന്ന കാര്യം നടക്കുന്നവരെ എന്നെ എന്തേലും ചെയ്യാമെന്നുണ്ടോ ഉള്ളില്? മ്ലാത്തിച്ചേട്ടത്തി ചോദിച്ചു. കാരണം ഉണ്ടാവുന്നവരെ അതിന്റെ ആവശ്യമില്ല. പിയൂഷ് മറുപടി കൊടുത്തു. കാരണം ഉണ്ടായാലോ? മ്ലാത്തിച്ചേട്ടത്തി ചോദിച്ചു. പിയൂഷ് മറുപടിയും പറഞ്ഞു. ചില നായ്ക്കൾക്ക് ഒറ്റ മാസ്റ്ററാ ചേടത്തി. മ്ലാത്തിച്ചേടത്തി ബൈനോക്കുലർ എടുത്ത് നേരെ കാടിനുള്ളിലേക്ക് നോക്കി. മറുവശത്ത് ജോൺ പീറ്റർ പാപ്പച്ചനോട് പറയുകയായിരുന്നു, പിയൂഷ് ആദ്യമായി മ്ലാത്തിച്ചേടത്തിയുടെ വീട്ടിൽ വന്നപ്പോ നായ്ക്കൾ അവനെ വട്ടമിട്ടു. മരത്തിൽ കയറി അവൻ ഇരിക്കേണ്ടി വന്നു. മ്ലാത്തിച്ചേടത്തി എത്തിയതിനു ശേഷമേ പട്ടികൾ പിരിഞ്ഞുപോയുള്ളൂ. അവന് താഴെ ഇറങ്ങാൻ പറ്റിയുള്ളൂ. ആ പട്ടികളെ മ്ലാത്തിച്ചേടത്തി നിയന്ത്രിക്കുന്നത് ഇന്ന്
നമ്മളും കണ്ടതാണല്ലോ. മറുവശത്ത് ബൈനോക്കുലറിലൂടെ നോക്കുന്ന മ്ലാത്തിച്ചെടുത്തിയെ ഞെട്ടലോടെ പീയൂഷ് നോക്കിക്കണ്ടു. പീയൂഷിന് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരുന്നു. ജോൺ പീറ്റർ പറഞ്ഞ കാര്യം ആലോചിച്ച പാപ്പച്ചൻ ജോൺ പീറ്ററോട് പറഞ്ഞു, സാറ് പറഞ്ഞതൊക്കെ ശരി തന്നെ, മ്ലാത്തിച്ചെടുത്തിയെ നായ അനുസരിക്കും. പക്ഷേ കുര്യച്ചൻ ഇത്ര നാളും അങ്ങനെ കാടിനുള്ളിൽ നിൽക്കുമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒളിച്ചു താമസിക്കുകയാണെങ്കിൽ അയാൾ പണ്ടേ പുറത്തു വന്നിട്ടുണ്ടാകും. ജോൺ പീറ്റർ ഉടൻ മറുപടി കൊടുത്തു, പോയതൊരു പക്ഷേ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം, താൻ പറഞ്ഞ പോലെ കുറച്ചു ദിവസത്തേക്ക്. പക്ഷേ കാവൽ നിന്നും പറഞ്ഞ് കുര്യച്ചൻ വിശ്വസിച്ചു നിർത്തിയ നായ്ക്കള് യാഥാർത്ഥ്യത്തിൽ അയാളുടെ കൺട്രോളിലല്ലെങ്കിലോ, ഈ ഗുഹയെന്ന് അയാൾ പുറത്തിറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കുര്യച്ചൻ അല്ലെങ്കിലോ? കാര്യം അപ്പോഴാണ് വ്യക്തമാകുന്നത്. മ്ലാത്തിച്ചെടുത്തിയെ കണ്ട ശേഷം കുര്യച്ചൻ ഒളിവിൽ പോയി. പക്ഷെ എല്ലാവരും കരുതുന്ന പോലെ ആ നായകളുടെ മാസ്റ്റർ യാഥാർത്ഥ്യത്തിൽ കുര്യച്ചനായിരുന്നില്ല. അവിടെത്തി ആ കുന്നിൽ വളർന്ന നായ്ക്കളുടെ മാസ്റ്ററായി മാറിയത് യാഥാർത്ഥ്യത്തിൽ മ്ലാത്തിച്ചെടുത്തിയായിരുന്നു. മലേഷ്യയിൽ നിന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്ന് നാട്ടിൽ ജീവപര്യന്തം തടവിലെന്ന പോലെ അവിടെ ജീവിപ്പിച്ച കുര്യച്ചനോട് മ്ലാത്തിച്ചെടുത്തിക്ക് പ്രതികാരം തോന്നിയിരുന്നു. ഒളിവിൽ പോയ കുര്യച്ചനെ നായകളുടെ സഹായം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം തടവിലാക്കി വെച്ചിരിക്കുകയാണ് മ്ലാത്തിച്ചേടത്തി. അതാണ് മ്ലാത്തിച്ചേടത്തി ബൈനോക്കുലറിലൂടെ നോക്കുന്നതും അന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ കുര്യച്ചൻ ഐഡിയ കൊടുത്ത ദുഷ്ടമനസ്സുള്ള മോഹൻപോത്തനെ നായകൾ വിട്ട് കൊല്ലിച്ചതും മ്ലാത്തിച്ചേടത്തി തന്നെയാണ്. ഞെട്ടലോടെ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്ന പീയൂഷ് മ്ലാത്തിച്ചേടത്തിയെ നോക്കി. മ്ലാത്തിച്ചേടത്തിയെ കൊല്ലാനുള്ള ദേഷ്യം അവന്റെ ഉള്ളിൽ വരുന്നുണ്ടായിരുന്നു. അവൻ തന്റെ ബാഗ് തുറന്ന് ആയുധമെടുക്കാൻ തുനിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും മ്ലാത്തിച്ചേട്ടത്തി വളർത്തുന്ന മ്ലാത്തിച്ചേട്ടത്തി മാസ്റ്ററായിട്ടുള്ള നായകൾ അങ്ങോട്ടേക്ക് വന്നെത്തുന്നുണ്ടായിരുന്നു. സ്പെഷ്യൽ ബ്രീഡിലുള്ള ആ നായകളുടെ ഒരു പട തന്നെ അവിടെ ചുറ്റി വളഞ്ഞു. ഞെട്ടലോടെ ഒരു ഭയത്തോടെ പീയൂഷ് മ്ലാത്തിച്ചേടത്തിയെ നോക്കി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. തന്നെ ചതിച്ചവരോട് മ്ലാത്തിച്ചേടത്തി കൃത്യമായ പ്രതികാരം വീട്ടി. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.